Dear students, today we are going to discuss the pulse code modulation. Pulse code modulation is the most common technique used today in digital communication for representing an analog signal by a digital word. So, most advanced case നമ്മൾ യൂസ് ചെയ്യുന്നത് നവ ഡേയ്സിൽ എല്ലാ കമ്മ്യൂണിക്കേഷനും അത് ഡിജിറ്റൽ ഫോമിലേക്ക് മാറിയിട്ടുണ്ട്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു അനലോഗ് സിഗ്നലിൽ ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ കൺവേർട്ടിംഗ് ദാറ്റ് അനലോഗ് സിഗ്നൽ ഇൻ ടു എ ഡിജിറ്റൽ വേർഡ്. So first of all we have some message we have, and that message first of all we are converting that into analog signal, and after that we are converting that analog signal into a digital signal, then digital word using binary numbers. And PCM is used in many applications such as telephonic system, digital audio recording, CD laserdisc, voicemail, digital video, and many other applications. PCM techniques and applications are a primary building block for many of today's advanced communications. So it is the major part of today's advanced communication system. Pulse code modulation is a technique for converting an analog signal into a digital representation. So pulse code modulation നമ്മൾ signal we are first of all changing analog signal into a digital word. A pulse transmitted is turned on and off at a regular rate to transmit pulse of RF energy. അപ്പോൾ ഇതിൽ യൂസ് ചെയ്യുന്ന മെയിൻ കോമ്പണൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു പൾസ് ട്രാൻസ്മിറ്റർ ആണ്. അത് ഓൺ ഓഫ് ആവുന്ന ഇൻസ്റ്റൻറ്റിൽ ഒരു റെഗുലർ റേറ്റിൽ ഓൺ ആൻഡ് ഓഫ് പൊസിഷനിൽ വരും. അപ്പോൾ അത് ആ ഓൺ ആൻഡ് ഓഫ് പൊസിഷൻ നമ്മൾ ഡിസൈഡ് ചെയ്തിരിക്കുന്നത് ഇറ്റ് ഈസ് ഇൻ ദ RF റേഞ്ചിലാണ് നമ്മൾ ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. ദ റേഷ്യോ ഓഫ് ടൈം ഓൺ ടു ടൈം ഓഫ് ഈസ് കോൾഡ് ഡ്യൂട്ടി സൈക്കിൾ. അപ്പോൾ നമുക്ക് ഒരു വേവിൻ്റെ ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സപ്പോസ് വി ഹാവ് എ വേവ് ലൈക്ക് ദീസ്. ഒരു സ്ക്വയർ വേവ് ആണെങ്കിൽ സ്ക്വയർ വേവിൻ്റെ ഈ ഒരു എൻഡ് മുതൽ ഈ ഒരു എൻഡ് വരെയാണ് നമ്മൾ ഒരു വേവായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതിൽ ടോട്ടൽ വേവിൻ്റെ പീരീഡാണ് നമ്മൾ ഈ ടി എന്ന് റെപ്രസെൻറ്റ് ചെയ്യുക. അതിൽ ഹൈ ആയി നിൽക്കുന്നതിന് നമുക്ക് ടി ഹൈ എന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ നമ്മൾ ഓൺ ടു ഓഫ് ടൈം, അപ്പം ഇതിൽ നമുക്ക് ടി ഹൈ ഡിവൈഡഡ് ബൈ ടി ടോട്ടൽ ടൈം എടുത്തു കഴിഞ്ഞാൽ അതിനാണ് നമ്മൾ ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ പെർഫെക്റ്റ് സ്ക്വയർ വേവ് ആണെങ്കിൽ ടി ഹൈയും ഇതുപോലെ ടി ലോ എന്ന് പറയുന്ന ഈ പാർട്ട് സിഗ്നൽ ലോ ആയി നിൽക്കുന്ന പാർട്ട് അത് രണ്ടും ഈക്വൽ ആകുമ്പോൾ ഡ്യൂട്ടി സൈക്കിൾ ഇപ്പോൾ ഇവിടെ ടി ഹാഫ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ടി എന്ന് പറഞ്ഞാൽ ടി ഹാഫ് പ്ലസ് ടി അല്ലെങ്കിൽ ടി ഹൈ പ്ലസ് ടി ലോ ആയിരിക്കും. അപ്പോൾ എക്സാക്റ്റ് സ്ക്വയർ വേവ് ആണെങ്കിൽ ടി ഹാഫും ടി ഹൈയും ടി ലോയും ഈക്വൽ ആയതുകൊണ്ട് ടി ഹൈ ഡിവൈഡഡ് ബൈ 2t ഹൈ വരും. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു 1/2. ബാക്കിയുള്ള കേസിൽ സപ്പോസ് നമുക്ക് ഒരു ഓൺ ടൈം ലെസ് ആണെങ്കിൽ, സപ്പോസ് ഓൺ ടൈം ലെസ് ആവുന്നൊരു സിഗ്നൽ എൻ്റെ കേസിൽ നമുക്ക് എപ്പോഴും ഡ്യൂട്ടി സൈക്കിൾ ഇവിടെ ടി ഹൈ കുറവും ടി എല്ല് വളരെ കൂടുതലായിരിക്കും. സോ അത് ആ കേസിൽ നമുക്ക് എപ്പോഴും പറയാൻ പറ്റും ഇറ്റ് ഈസ് ആൾവേസ് ലെസ് ദാൻ ദി ടൈം ഓഫ് ഫോർ എ ലോ ഡ്യൂട്ടി സൈക്കിൾ ആയിരിക്കും നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ദിസ് ഫീച്ചർ അലൗസ് എ സിഗ്നിഫിക്കൻറ്റ് സേവിങ്സ് ഇൻ പവർ കമ്പയർഡ് വിത്ത് അതർ ടൈപ്സ് ഓഫ് ട്രാൻസ്മിഷൻ. അപ്പോൾ ഈ കേസിൽ പവർ ട്രാൻസ്മിഷൻ വളരെ കുറവാണ്, പവർ കൺസംഷൻ വളരെ കുറവാണ്. So without any modulation, all the transmitted pulses have the same amplitude, width and spacing. അപ്പോൾ മോഡുലേഷൻ ഇല്ലെങ്കിൽ ആ ഒരു പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ട്രാൻസ്മിറ്റഡ് പൾസസിനും സെയിം ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും, അതുപോലെ സെയിം വിഡ്ത്ത് സ്പേസിങ് ഒക്കെ ആയിരിക്കും. പക്ഷേ ആംപ്ലിറ്റ്യൂഡ് നമ്മൾ മോഡുലേഷൻ നടത്തുമ്പോൾ മോഡുലേഷൻ ക്യാൻ ബി യൂസ്ഡ് ടു കൺട്രോൾ വൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി പൾസ്. ഒരു പൾസിനെ ക്യാരക്ടറൈസ് ചെയ്യുന്ന ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ആണ്, അതുപോലെ അതിൻ്റെ പൾസ് വിഡ്ത്താണ്, അതിൻ്റെ പൾസ് ഫ്രീക്വൻസി ആൻഡ് അതിൻ്റെ പൾസ് കോഡ്. അപ്പോൾ ഇത്രയും 4 കാര്യങ്ങളിൽ ഒരു പൾസിൻ്റെ നമുക്ക് അതിൻ്റെ മോഡിഫിക്കേഷൻസ് വരുത്താൻ പറ്റും. അപ്പോൾ ഡിപ്പെൻഡിങ് അപ്പോൺ ദാറ്റ് വി ഹാവ് 4 ടൈപ്സ് ഓഫ് പൾസ് മോഡുലേഷൻ, ദാറ്റ് ഈസ് പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, പൾസ് വിഡ്ത്ത് മോഡുലേഷൻ, ദെൻ പൾസ് ഫ്രീക്വൻസി മോഡുലേഷൻ ആൻഡ് പൾസ് കോഡഡ് മോഡുലേഷൻ. അപ്പോൾ ഈ 4 ടൈപ്പിൽ നമുക്ക് അതിനെ മോഡുലേഷൻ നടത്തിയിട്ട് ചെയ്യാൻ പറ്റും ഒരു പൾസ് യൂഷ്വൽ പൾസിനെ. സോ പൾസ് കോഡഡ് മോഡുലേഷൻ ഈസ് ഷോൺ. പൾസ് കോഡഡ് മോഡുലേഷൻ ആണ് താഴെ കൊടുത്തിരിക്കുന്നത് ഇൻ ഫിഗർ 5.13. Different methods can be used, but the example illustrates the important case of coding with the binary digits 0 and 1. The presence of a pulse, that is the transmitter is on, represents the binary number 1. അപ്പോൾ ഇതിൽ 1 എന്ന് പറയുന്നത് അത് ഈ ട്രാൻസ്മിറ്റർ ഓൺ ആവുന്ന ഇൻസ്റ്റൻ്റാണ്. ദ ആബ്സെൻസ് ഓഫ് പൾസ് ഈ റെപ്രസെൻറ്റ്സ് ദ ബൈനറി 0. അപ്പോൾ ആദ്യം ഒരു പൾസ് വന്നു, പിന്നെ ഒരു പൾസും ഇല്ലാത്തതുകൊണ്ട് 2 ബിറ്റ്സും 0 ആയിട്ടുണ്ട്. ഈച്ച് വാല്യൂ ഓഫ് 0 or 1
ഈസ് 1 ബിറ്റ് ഓഫ് ഇൻഫർമേഷൻ. അപ്പോൾ ഓരോന്നും ഐദർ 0 or 1 നമ്മൾ 1 ബിറ്റ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ 4 ബിറ്റിൻ്റെ ഓരോ ഗ്രൂപ്പ് ഓഫ് 4 പൾസസ് ആണ് നമുക്കിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഓരോന്നും ഓരോ വേർഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. നമുക്കറിയാം ഇവിടെ ആദ്യത്തെ 1001 ആണെങ്കിൽ അത് ഡെസിമൽ 9നെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. 011 ആണെങ്കിൽ ഡെസിമൽ 7 ആണ്. 0101 ആണെങ്കിൽ അത് ഡെസിമൽ 5 ആണ്. 0011 ആണെങ്കിൽ അത് 3 ആണ്. 001 ആണെങ്കിൽ അത് 1 ആണ്. അപ്പോൾ ഇത്രയും വേർഡ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് നമ്മൾ ഇത്രയും പൾസസ് യൂസ് ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. Now note how the train of pulses represents the binary digits. The first pulse in the group of 4 is left is on, which represents the binary 1. ആദ്യത്തെ കേസിൽ 1001 എന്നുള്ളതിൽ ആദ്യം പൾസ് ഓൺ ആണ്, അപ്പോൾ അത് 1 എന്നുള്ളതിന്. ആൻഡ് ദ ലാസ്റ്റ് പൾസ് ഈസ് ആൾസോ ഓൺ. സോ അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ഇറ്റ് ഈസ് ഫോർ 2 മിസ്സിംഗ് പൾസസ് ആണ്. അപ്പം ഒരു ഗ്രൂപ്പ് ഓഫ് 4 പൾസിൽ ഫസ്റ്റ് പൾസ് ഈസ് ദർ, ലാസ്റ്റ് പൾസ് ഈസ് ദർ. So the binary word corresponding to that is 1001. In this way, the pulse transmit information using the binary words. Furthermore, binary coding can be used to represent all types of analog information such as an audio signal, and converters are used to change between analog and digital information. സോ ആ ഒരു സിഗ്നലിനെ അനലോഗ് സിഗ്നലിനെ ഡിജിറ്റലായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിജിറ്റൽ സർക്യൂട്ട്സിനെ പറയുന്നത് കൺവേർട്ടേഴ്സാണ്. സോ കൺവേർട്ടേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഏത് അനലോഗ് ഇൻഫർമേഷനെ നമുക്ക് ഡിജിറ്റലായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ ഒരു പൾസ് ജനറേറ്റർ, ഒരു പൾസ് ട്രാൻസ്മിറ്റർ റെഗുലർ ഇൻ്റർവെല്ലിൽ ഓൺ ഓഫ് പൊസിഷനിൽ വെച്ചിട്ടാണ് നമ്മളിവിടെ അതിൻ്റെ പൾസ് കോഡ് മോഡുലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് എടുത്തിട്ടുള്ളത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പൾസ് കോഡ് മോഡുലേഷനിൽ പറയാനുള്ളത്. ഓക്കെ, we can discuss some problems related to this. A carrier wave frequency of 50 MHz and peak value of 5 volt is amplitude modulated by a 10 kHz sine wave of amplitude 3 volt. Determine the modulation factor, sideband frequencies and amplitude of sideband frequencies. അപ്പോൾ ഇവിടെ എല്ലാ ടേംസ് തന്നിരിക്കുന്നത് മെജോറിറ്റി തന്നിട്ടുള്ളത് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ്സിൻ്റെ ടേംസിലാണ്. സോ ഇ സി ഈസ് ഗിവൺ 5 volt, ഇ എസ് ഈസ് ഗിവൺ 3 volt. Then carrier frequency is 50 MHz, signal frequency is 10 kHz. So first of all we have to find out the modulation factor. It is nothing but ES divided by EC, so it is equal to 0.6. Sideband frequency is FC minus FS and FC plus FS. So it is 50 minus 50 MHz, then 10 kHz we have to convert into megahertz, so it is 0.01. So 49.99 and 50.01 megahertz. Then the amplitude of each sideband, it is given by MEC by 2. So it is 0.6 into 5 divided by 2, that is equal to 1.5. Then next problem is a 40 kilowatt carrier is modulated to a level of 100%. What is its carrier power after modulation? How much audio power is required if the efficiency of the modulated RF amplifier is 70%? So since the carrier is unaffected by the modulating signal, there is no change in the carrier power level. So carrier power level will be the same as that of the already given, that is PC equal to 40 kilowatt. Then signal power is given as half m square PC. So that is equal to half into 1 square, 100% modulation. So it is m equal to 1. So into 40, that is equal to 20 kilowatt. Since the efficiency of the RF amplifier is 70%, the audio power required, it is equal to PS divided by, we can see that PS divided by 0.7, that is equal to 20 by 0.7, 28.57 kilowatt. So RFൻ്റെ efficiency 70% ആയതുകൊണ്ട് നമ്മൾ കൊടുക്കേണ്ട ഓഡിയോ പവർ, റിക്വയർഡ് ഓഡിയോ പവർ എന്ന് പറയുന്നുണ്ടെങ്കിൽ 28.57 കിലോവാട്ട് ആയിരിക്കും നമുക്ക് കൊടുക്കേണ്ടി വരിക. എങ്കിൽ മാത്രമേ ഇതിൽ പിന്നെ അതിൻ്റെ എഫിഷ്യൻസി 70% ഓഫ് ദി സിഗ്നൽ 20 കിലോവാട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുള്ളൂ. Next problem, in an FM system and the audio frequency is 500 Hz and the audio frequency voltage is 5 volt. The frequency deviation is 5 kHz. If the audio frequency voltage is raised to 10 volt and audio frequency is reduced to 200 Hz, what is the frequency deviation? Find the modulation index in each case. So frequency deviation എന്ന് പറയുന്നുണ്ടെങ്കിൽ delta f is equal to k into ES ആണ്.
and the constant k is given as delta f divided by es ആണ് നമുക്ക് അറിയുന്ന ഇക്വേഷൻ ഉള്ളത്. സോ ഇവിടെ ഡെൽറ്റ എഫ് ഫസ്റ്റ് കേസിൽ പറഞ്ഞിട്ടുള്ളത് ഡെൽറ്റ എഫ് ഈക്വൽ ടു 5 കിലോ ഹെർട്സ്, ഇ എസ് 5 വോൾട്ട് ആണ്. സോ ഇൻ ദാറ്റ് കേസ് കെ ഈസ് ഈക്വൽ ടു 5k ഡിവൈഡ് ബൈ 5 വോൾട്ട്, ദാറ്റ് ഈസ് 1 കിലോ ഹെർട്സ് പെർ വോൾട്ട് ആണ്. സോ മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഡെൽറ്റ എഫ് ഡിവൈഡ് ബൈ എഫ് എസ്. സിൻസ് എഫ് എസ് ഈസ് ഈക്വൽ ടു 500 ഹെർട്സ്, then m is equal to 5 divided by 0.5, that is equal to 10 നമുക്ക് കിട്ടും. ഇനി ഇത് k വാല്യൂ സെയിം ആയി കഴിഞ്ഞാൽ ഇൻ ദ സെക്കൻഡ് കേസ് എഫ് എസ് ഇസ് ഈക്വൽ ടു 200 ഹേർട്സ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.2 കിലോ ഹേർട്സ് ആണ്. ഇ എസ് 10 വോൾട്ട് ആക്കിയിട്ടുണ്ട്. കെ ഈസ് ദ സെയിം ആസ് ദാറ്റ് ഓഫ് ദി എബോവ്. അപ്പോൾ അതുകൊണ്ട് ഡെൽറ്റ എഫ് ഈക്വൽ ടു കെ ഇൻറ്റു ഇ എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് 1 × 10 കിലോ ഹേർട്സ് കിട്ടും. അപ്പോൾ ആ കേസിൽ മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഡെൽറ്റ എഫ് ഡിവൈഡഡ് ബൈ എഫ് എസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 10 ഡിവൈഡഡ് ബൈ 0.250 നമുക്ക് കിട്ടും. സോ ഈ രണ്ട് കേസിലും കെ വാല്യൂ ആണ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നത്. ഇതാണ് ഓർത്ത് വെക്കേണ്ടത്. അപ്പം കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് കെ ഈസ് ഈക്വൽ ടു ദിസ് ക്വാണ്ടിറ്റി. കെ ഈസ് നത്തിങ് ബട്ട് here it is 5 kilohertz divided by 5 volt, and the expression for k is it is delta f divided by es. That is delta f is the frequency deviation divided by this is the amplitude of the signal wave. So by this method, by this way you can find out the modulation index in this case, in the second case.